നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. നമ്മളൊരു നടുക്കടലിലാണ്. അപ്പം നമുക്ക് സർവൈവ് ചെയ്യാൻ ഈ ഒരു കപ്പൽ, ഈ ഒരു ഭൂമി മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് ശരി, ഭൂമി നശിച്ചു പോകുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അറിവ്. പക്ഷെ നമ്മളിൽ 99.99% ആളുകൾ അത് ചിന്തിക്കാറില്ല. ഈ പ്ലാനറ്റ് നശിക്കും. പ്ലാനറ്റ് എന്തിന്? ഈ സോളാർ സിസ്റ്റം മൊത്തത്തിൽ കൊളാപ്സ് ആയി പോകും. ഈ നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന സാധനം ഒരു 400-500 കോടി വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂവൽ തീർന്നു വരുമ്പോൾ അതൊരു റെഡ് ജയന്റ് പൊസിഷനിലേക്ക് വലുതാവും. അങ്ങനെ വലുതായി കഴിയുമ്പോൾ ഈ ഭൂമിയൊക്കെ സൂര്യൻ്റെ ഉള്ളിലോട്ട് പോകുന്നതാണ് പറയുന്നത്. നമുക്ക് എത്ര നാൾ ഈ സോളാർ സിസ്റ്റത്തിൽ ജീവിക്കാൻ സാധിക്കും? നമുക്കൊരു 400 കോടി വർഷമൊക്കെയാണ് സാധിക്കുള്ളൂ. ഇതിനെപ്പറ്റി ഞാനൊരു എക്സ്പേർട്ടിനോട് സംസാരിച്ചപ്പോൾ മനുഷ്യരാശി എത്ര നാൾ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു 100-200 വർഷത്തിലപ്പുറമൊന്നും മനുഷ്യരാശി ഭൂമിയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്, പുള്ളിയുടെ നിഗമന പ്രകാരം. അതിന് പറഞ്ഞ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ എപ്പോൾ ഒരു ആസ്ട്രോയിഡ്, വലിയൊരു ആസ്ട്രോയിഡ് വന്ന് വീഴുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാവുക, ന്യൂക്ലിയർ വാർഫെയർ നടക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഏതെങ്കിലും ഒരു 2-3 രാജ്യങ്ങൾ ന്യൂക്ലിയർ ബോംബുകൾ വെച്ചിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ നശിച്ചു പോകുന്നല്ല, മനുഷ്യൻ ഉൾപ്പെടെ ഒരുപാട് സ്പീഷീസുകൾ നശിച്ചു പോകും. ഒരു 100 വർഷം 200 വർഷമൊക്കെ കൊണ്ട് കുറേശ്ശെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഓൾറെഡി പ്രൂവനാണ്. അത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നതാണ് ശരിക്കും യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായതെന്ന്. അതിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ്. കാരണം അതിൻ്റെ ഭീകരത എല്ലാവർക്കും അറിയാം. ന്യൂക്ലിയർ വെപ്പൺസ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഭൂമിയിൽ ഇപ്പം സമാധാനം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഭൂമി നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പ്ലാനറ്റിൽ പോയിട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. പക്ഷെ എങ്ങനെ പോവും? എന്ത് ടെക്നോളജി ഉപയോഗിച്ച് ഇത്രയും മനുഷ്യരെ കൊണ്ടുപോകും? ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകും? ഇമ്പോസിബിൾ ആണ്. നമുക്ക് ചൊവ്വയിലൊന്നും പോയിട്ട് ജീവിക്കാൻ സാധിക്കും. ചൊവ്വ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഗ്രഹമാണ്. ഇപ്പം നമ്മൾ മറ്റൊരു സോളാർ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അത് സൂര്യനെ പോലെ പ്രായമാവാത്ത ഒരു സ്റ്റാർ ആയിരിക്കണം, ഒരു നല്ല അറ്റ്മോസ്ഫിയറുള്ള ഒരു ഭൂമി ആയിരിക്കണം. ഇതൊക്കെ നമുക്കിങ്ങനെ ഫിക്ഷനിൽ ചിന്തിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ രക്ഷിക്കാൻ നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും വരണം. ഇപ്പം ഇങ്ങനെ ഈ സോളാർ സിസ്റ്റങ്ങൾ ഓരോന്ന് നശിക്കുമ്പോൾ മനുഷ്യൻ അടുത്ത സോളാർ സിസ്റ്റം നോക്കി കുടിയേറി പോവുകയാണെങ്കിൽ ഈ ഗാലക്സി തന്നെ ഒരു ദിവസം ഇല്ലാതായി പോകും. ഈ എൻ്റയർ ഗാലക്സി തന്നെ നശിക്കും. എന്തിന് ഗാലക്സി? നമ്മൾ മറ്റൊരു ഗാലക്സിയിലേക്ക് പോകണമെങ്കിൽ അത് നശിക്കും. ഈ യൂണിവേഴ്സ് തന്നെ ഫ്രീസ് ആയി പോകുമെന്ന് പറയുന്ന ഒരു തിയറി തന്നെ പറയുന്നുണ്ട്, ബിഗ് ഫ്രീസ് തിയറി, അല്ലെങ്കിൽ ബിഗ് ക്രഞ്ച് തിയറി എന്ന് പറഞ്ഞ മറ്റൊരു തിയറി ഉണ്ട്. യൂണിവേഴ്സ് ചുരുങ്ങി വീണ്ടും ആ സിംഗുലാരിറ്റിയിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് തന്നെ നശിക്കും. നമ്മൾ പിന്നെ എവിടെ പോകും? ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല. നമ്മുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്, ഒരു ബ്ലിങ്കാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ആസ് എ ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ജീവി എന്ന നിലയിൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഇതും സർവൈവിങ്ങിൻ്റെ ഭാഗമാണ്. പ്രകൃതിയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതിലുപരി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സർവൈവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ സർവൈവ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഏക ജീവി നമ്മൾ മനുഷ്യരായിരിക്കും. മറ്റു ജീവികൾക്കൊക്കെ ഈ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് പ്രകൃതിക്ക് വെളിയിൽ പോയിട്ട്, ഇപ്പോൾ മൂണിൽ പോയിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ മാർസിൽ പോയിട്ട് ജീവിക്കാനുള്ള ടെക്നോളജികളെ പറ്റി ചിന്തിക്കുന്നുണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നേച്ചറിൻ്റെ ഒരു തീരുമാനമാണ് തോന്നുന്നു. നേച്ചറിന് അറിയാം ഈ ഭൂമിയിൽ നേച്ചറിന് ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ നേച്ചറിൽ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി ഉണ്ടായതും ആ ജീവിക്ക് ഇത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഉണ്ടായതും. നേച്ചറിൻ്റെ ആവശ്യമാണ്. നേച്ചറിന് ഇവിടെ സർവൈവ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ പ്രകൃതിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വൈവിധ്യമാർന്നിട്ടുള്ള ജീവികൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ജീവി മറ്റൊരു ജീവിയെ കൊല്ലുമ്പോൾ, ഒരു ജീവി മറ്റൊരു ജീവിക്ക് സിംബയോട്ടിക് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഇവിടെ ശരിക്കും സർവൈവ് ചെയ്യുന്നത് ലൈഫാണ്. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. എനിക്കൊരു ജീവനുണ്ട്, നിങ്ങൾക്കൊരു ജീവനുണ്ട് എന്ന് പറയുന്നതിലുപരി, ബാക്ടീരിയയ്ക്ക് ഒരു ജീവനുണ്ട് എന്ന് പറയുന്നതിലുപരി ഈ ലോകത്തിലുള്ള എല്ലാ സസ്യജീവജാലങ്ങളെല്ലാം ജനിച്ചതും മരിച്ചതും ഇനി ജനിക്കാൻ പോകുന്നതായിട്ടുള്ള എല്ലാം ഒരു ലൈഫിൽ നിന്നുണ്ടായതാണ്. ഏകദേശം 3.5 ബില്യൺ മുതൽ 4 ബില്യൺ വർഷം ആ ഒരു കാലയളവിൽ ഉണ്ടായ ലൈഫാണ്. ആ സാധനമാണ് ഇന്നിങ്ങനെ പ്രകൃതിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം ഇതൊക്കെ ഫിക്ഷണലായിട്ട് ചിന്തിക്കുകയാണ്. അതിനൊരു കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അല്ല, ഇതിപ്പോൾ സയൻസ് അല്ല പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഫിക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തയാണ് പറയുന്നത്. അതിനൊരു കോൺഷ്യസ്നെസ് ഉണ്ടായിട്ട് അത് ചിന്തിക്കുകയാണ്. ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ എനിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി പരിണമിച്ച് വന്നതായിരിക്കുമോ? അല്ലെങ്കിൽ എന്തിനാ മനുഷ്യൻ ഇത്ര ബുദ്ധി എന്നാലോചിച്ച് നോക്ക്. മനുഷ്യന് മാത്രം എന്താ എത്ര ബുദ്ധി? അത് ഇത്ര എങ്ങനെ സർവൈവ് ചെയ്യാൻ ഇങ്ങനെ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല മനുഷ്യന്. നമ്മുടെ സ്പേസ് മിഷൻസ്, നമ്മുടെ ചിന്തകൾ, അതൊക്കെ വലിയ അത്ഭുതം തന്നെയാണ്. ചില സയൻറ്റിസ്റ്റുകൾ പറയും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് 1.5 കിലോ ഭാരമുള്ള മനുഷ്യൻ്റെ ചെവിയുടെ ഇടയിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്, അവൻ്റെ തലച്ചോറാണെന്ന് പറയും.